അത് അടിവരയിട്ട് പറയട്ടെ, ആരോടും വെറുപ്പില്ലാതെ. കാരണം അള്ളാന്റെ റഹ്മത്തും മനുഷ്യരോടുള്ള വെറുപ്പും ഒരുമിച്ച് നിൽക്കൂല. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ അടിമകളോട് ആരെങ്കിലോടും വെറുപ്പുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ അള്ളാന്റെ റഹ്മത്ത് ലഭിക്കൂല. ഞാനല്ല പറഞ്ഞത്, മുത്തു മുഹമ്മദ് മുസ്തഫ. വിശുദ്ധ റമദാനിലെ അതിവിശിഷ്ട ദിവസമാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ആ ദിവസം കിട്ടാത്ത 4 വിഭാഗമുണ്ടേ. അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒന്ന്, പശ്ചാത്തപിച്ച് മടങ്ങാത്ത മുദുമിനുൽ ഖംർ, ലഹരി നുണഞ്ഞവൻ, അന്നത്തെ ദിവസം അവന് ലഭ്യമല്ല. 2, ആഖുല്ലി വാലിദൈൻ, മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കാതെ അവരോട് നല്ല രീതിയിൽ പെരുമാറാതെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച് നടക്കുന്ന മക്കളുണ്ടോ, മരുമക്കളുണ്ടോ, പേരക്കുട്ടികളുണ്ടോ, അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തില്ല, ലൈലത്തുൽ ഖദറില്ല. പിന്നെയോ 3, ഖാത്തിഉ റഹിം, കുടുംബ ബന്ധം മുറിച്ചവൻ ആരാവട്ടെ, കുടുംബ ബന്ധം മുറിച്ചവന് അള്ളാന്റെ റഹ്മത്തില്ല, ലൈലത്തുൽ ഖദറില്ല, അള്ളാന്റെ കൃപയില്ല. 4, മുശാഹിൻ, ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ വെച്ചു പുലർത്തിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്കും അള്ളാന്റെ റഹ്മത്തില്ല, ലൈലത്തുൽ ഖദറില്ല, മഹത്വമുള്ള ദിവസങ്ങളില്ല. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് കാരുണ്യവാനായ അള്ളാഹുവിനെ നല്ല രീതിയിൽ പ്രതീക്ഷിച്ച് പടച്ച റബ്ബിലേക്ക് എല്ലാ നന്മകളും ചേർത്ത് വെച്ച് വരാനിരിക്കുന്ന വിശുദ്ധ മാസത്തെ ആത്മീയ ഉത്കർഷത്തിന് വേണ്ടി അങ്ങേറ്റത്തെ താല്പര്യത്തോടുകൂടെ ആ മാസത്തെ വരവേൽക്കാൻ അല്ലാഹ് നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ മങ്കടമാണ്, എൻ്റെ മോനെ കാണാനില്ലല്ലോ, കണ്ണീരും കയ്യുമായി വർഷങ്ങളുടെ കാത്തിരിപ്പ്. അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം തൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്ത് കോളിംഗ് ബെല്ല് അമർത്തുന്നത് കേട്ടിട്ട് വാതിൽ തുറന്നു നോക്കിയ ബാപ്പ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന തൻ്റെ മകനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് തുരുതുരാ ഉമ്മ വെച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടെ കണ്ണീരോടെ ആനയിച്ചു കൊണ്ടുപോവാറില്ലേ? അത് ബാപ്പാന്റെ സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തെക്കുറിച്ചാണ് അള്ളാന്റെ റസൂല് പറയുന്നത്. ഒരു ബാപ്പാക്ക് തെറ്റു ചെയ്ത് അകന്നുപോയ തൻ്റെ മകനെ അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഉമ്മാക്ക് തെറ്റു ചെയ്ത് അകന്നുപോയ മകൻ തിരിച്ചറിവ് നേടി വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ വാരിപ്പുണരാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പറ്റുന്നവൻ നമ്മുടെ റബ്ബാണ്, നമ്മുടെ റബ്ബാണ്, നമ്മുടെ റബ്ബാണ്. യുദ്ധത്തിന്റെ ബന്ദികളെ, മദീനത്തെ പള്ളിയുടെ ചെരുവിൽ യുദ്ധത്തിലെ ബന്ദികളെ അവിടെ ഇങ്ങനെ താമസിപ്പിച്ചിരിക്കുകയാണ്. അതിൽ തടവിൽ നിന്ന് കിട്ടിയ രണാങ്കണത്തിൽ നിന്ന് ഇട്ടെറിഞ്ഞോടിയ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ ഉമ്മമാരെ കാണാത്തതിനാൽ തടവ് പുള്ളികളുടെ അടുത്ത് ഈ കുഞ്ഞുങ്ങളെ കിടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു പെണ്ണ് ഓടിക്കിതച്ച് കടന്നു വരുന്നത്. ഓടിക്കിതച്ച് കടന്നു വന്ന ആ പെണ്ണ് കുട്ടികളെ കണ്ടു, തൻ്റെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു, വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്തിട്ട് ആ ഉമ്മ തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. വാത്സല്യത്താൽ തുരുതുര ഉമ്മ വെച്ച് അമൃതൂട്ടുന്ന ഉമ്മയുടെ പ്രവൃത്തി കണ്ടപ്പോൾ ആരംഭ റസൂൽ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബാ അങ്ങോട്ട് നോക്കൂ, ആ ഉമ്മ എന്തോ ഒരു സ്നേഹത്തിലാണ് ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് അരുമയോടെ വാത്സല്യത്തോടെ അതിനെ പാലൂട്ടുന്നത്, അതിനെ മുലയൂട്ടുന്നത് കണ്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ സ്വഹാബാ, ഈ ഉമ്മയെ കണ്ടിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ആ കുഞ്ഞിനെ ഇത്ര സ്നേഹിക്കുന്ന ഉമ്മ തീയിലേക്ക് എറിയുമോ, നരകത്തിലേക്ക് എറിയുമോ, തീയിലേക്ക് എറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് വഹിയ തഖ്ദിറു അല്ലാ തത്റഹഹാ, ഒരു ഉമ്മാക്കും
തൻ്റെ കുഞ്ഞിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും അസഹനീയമാണല്ലോ. ഒരു ഉമ്മാക്കും തൻ്റെ കുഞ്ഞിനെ തീയിലേക്കിടുന്നത് ഇഷ്ടമല്ലല്ലോ റസൂലേ. അപ്പോഴാണ് ആരംഭ റസൂല് ആ കാര്യം പറഞ്ഞത്. എങ്കിൽ കേട്ടോളൂ സ്വഹാബാ, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ലിവലദിഹാ. സ്വന്തം കുഞ്ഞിനോട് ഈ ഉമ്മ കാണിക്കുന്ന കരുണയുണ്ടല്ലോ, ഇതിനേക്കാളും 10 മടങ്ങ് കരുണയും വാത്സല്യവുമാണ് അള്ളാഹ്ക്ക് തൻ്റെ അടിമകളോടുള്ളത്. അള്ളാഹ്ക്കൊരിക്കലും തൻ്റെ അടിമകൾ നരകത്തിലിട്ട് കരിയണം എന്ന മോഹമില്ല, താല്പര്യമില്ല. അതുകൊണ്ടല്ലേ നരകം പടച്ചു വെച്ചിട്ട് ഒളിപ്പിച്ചു വെക്കുകയല്ല ചെയ്തത്, സർപ്രൈസായി നരകത്തെ പറയുകയല്ല ചെയ്തത്. നരകത്തെ പറഞ്ഞു, താക്കീത് ചെയ്തു. ഫഅൻദർതുകും നാറൻ തലല്ലാ. ആളിക്കത്തുന്ന അഗ്നിയെ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, പേടിച്ചു മാറി നിന്നോളി. റഹ്മത്താണത്. നരകത്തെ പറഞ്ഞത് റഹ്മത്താണ്, നരകത്തെ വിശദീകരിച്ചത് റഹ്മത്താണ്, നരകത്തെ വിശദീകരിച്ചത് റഹ്മത്താണ്. അള്ളാന്റെ റസൂൽ മദീനത്തെ പള്ളിയുടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ മേൽക്കുപ്പായം അഴിച്ചു വെച്ചിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മറിഞ്ഞും തിരിഞ്ഞും ശരീരത്തെ പൊള്ളിച്ച് മറിഞ്ഞും തിരിഞ്ഞും കിടക്കുകയാണ്. ആരംഭ റസൂലിന് അതിശയം തോന്നി. ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ അയാൾ ഒരു ആയത്ത് ഉരുവിടുന്നുണ്ട്. നോക്കുമ്പോഴേതാ സൂറത്തു തൗബയിലെ ആയത്താണ്. ആയത്ത് ഇങ്ങനെയാണ്, ഖുൽ ഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ. അവര് പറഞ്ഞു, ചൂട്ടത്ത് യുദ്ധത്തിന് പോകരുതേ, വേനലിൽ യുദ്ധത്തിന് പോകരുതേ. അഥവാ തബൂക്കാണ് പശ്ചാത്തലം. തബൂക്ക് യുദ്ധം, യുദ്ധകാലം എന്നത് ചൂടുകാലമായിരുന്നു. മുനാഫിഖുകൾ ഇളകി പുറപ്പെട്ട് മദീനക്കാരായ മുഅ്മിനീങ്ങളുടെ ഇടയിൽ കടന്നു വന്നിട്ട് മുനാഫിഖീങ്ങൾ പറഞ്ഞു, വേനൽക്കാലമല്ലേ, ചൂട്ടത്തെങ്ങനെയാണ് പോകുക? ഈത്തപ്പഴം പഴുത്ത് പാകമായി പറിച്ചിട്ട് വിളവെടുപ്പ് നടത്തിയിട്ട് നമുക്ക് പോയാ പോരെ, കുറച്ചുകൂടി താമസിപ്പിച്ചുകൂടെ? ഖാലൂ, മുനാഫിഖുകൾ പറഞ്ഞു, ലാ തൻഫിറൂ, യുദ്ധത്തിന് നിങ്ങൾ പോകരുതേ, ഫിൽ ഹർ, ഈ വേനൽക്കാലത്ത് ചൂട്ടത്ത് പോകരുതേ. നബിയേ, അള്ളാന്റെ മറുപടി, ഖുൽ, നബിയേ അവരോട് പറഞ്ഞു കൊടുക്കണമേ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ ചൂട് ഈ വേനൽ ചൂടിനേക്കാളും കനത്ത ചൂടാണ്. ലൗകാനൂ യഫ്ഖഹൂൻ, അവർക്ക് ചിന്തിച്ച് ഗ്രഹിക്കാൻ ബുദ്ധിയുണ്ടെങ്കിൽ നരകത്തിന്റെ ചൂട് വേനൽ ചൂടിനേക്കാളും കനത്തതാ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പോഴിതാ മാർച്ച് മാസം വരാനിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ ചൂട് കൂടിയിരിക്കുകയാണ്. അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് കനത്ത് വരികയാണ്. 36, 37, 38, 39, 40 ഡിഗ്രി സെൽഷ്യസിലേക്കെങ്ങാനും ചൂടുകൂടിയാൽ പുറത്തിറങ്ങാൻ നമുക്ക് വൈകില്ല. എവിടെയാണ് സൂര്യനുള്ളത്? സൂര്യപ്രകാശം ഒരു സെക്കൻഡ് സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്ററാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് സൂര്യപ്രകാശം. എങ്കിൽ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റും 20 സെക്കൻഡും എടുക്കുന്നുണ്ട്. 8 മിനിറ്റിലെ ഓരോ സെക്കൻഡിലും 20 സെക്കൻഡിലും 3 വീതം ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് സൂര്യപ്രകാശം ഇവിടെ എത്തുന്നതെങ്കിൽ എത്ര ദൂരത്താണ് സൂര്യൻ? എന്നിട്ടും അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇവിടെയാണ് ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തൽ. ഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. പറഞ്ഞു കൊടുക്കൂ നബിയേ, നരകത്തിന്റെ ചൂട് അങ്ങേറ്റം അസഹനീയമാണ്. ചൂട് പറഞ്ഞ് നിങ്ങൾ ഒഴിവ് കഴിവ് പറയേണ്ടതില്ല. അതാണ് ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞു മറിയുമ്പോൾ പറയുന്നത്. അള്ളാന്റെ റസൂല് ചോദിച്ചു, ഹേ ചെറുപ്പക്കാരാ, മണലിൽ ശരീരം പൊള്ളിക്കുന്നത് എന്തിനാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, നബിയേ, ജീഫത്തും ബില്ലൈൽ ബത്താലത്തും ഫിന്നഹാർ. ഒരമല് ഞാൻ ചെയ്യുന്നില്ല നബിയെ, എൻ്റെ ശരീരത്തിന് മടിയാണ് നബിയെ. രാത്രിയിൽ ശവം പോലെ കിടന്നുറങ്ങുകയാണ്,
പകലിൽ ശാപ്പാട്ടുരാമനായി ജീവിക്കുകയാണ്. ഭക്ഷണം മൃഷ്ടാന്ന ഭോജനം നടത്തിയിട്ട് ഒരമലും പറയത്തക്കതൊന്നും ചെയ്യാതെ വെറുതെ ഒരു പാഴ്ജന്മമാണ് നബിയേ. എൻ്റെ ശരീരത്തിന് മടിയാണ്, അലസതയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിന് ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തതാണ്. മണലിൻ്റെ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ ശരീരമേ? ഇല്ലെങ്കിൽ ശരീരമേ മനസ്സിലാക്കിക്കോ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിൻ്റെ ചൂട് ഇതിനേക്കാളും കനത്തതാ. ഇതാണ് ബോധം. ഈ ബോധമുണ്ടാവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അള്ളാന്റെ റഹ്മത്ത് അതിനാണ് തേടുന്നത്, അള്ളാന്റെ മഗ്ഫിറത്ത് അതിനാണ് തേടുന്നത്, നരകമോചനം തേടുന്നത് പെട്ടുപോവാതിരിക്കാനാണ്. അതിനാണ് ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത്. ഖുൽ, നബിയേ അങ്ങ് പറഞ്ഞു കൊടുക്കണമേ. ആരോട്? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിച്ച അടിമകളെ, വ്യഭിചരിച്ചവരെ, ലഹരി നുണഞ്ഞവരെ, കള്ളു കുടിച്ചവരെ, കൊലപാതകത്തിൽ പങ്കെടുത്തവരെ, പലിശ ഭുജിച്ചവരെ, വൃത്തികേട് ചെയ്തവരെ, നിങ്ങൾ ഇനിയും തെറ്റ് ചെയ്ത് അകന്നകന്നു പോകരുതേ, തിരിച്ചു വരണേ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ കൃപാ കടാക്ഷത്തിൽ നിന്ന് നിങ്ങളൊട്ടും നിരാശരാകരുതേ. ഞാൻ ലഹരി നുണഞ്ഞവനാണ്, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരൂല, അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ കൊലപാതകത്തിൽ പങ്കെടുത്തുപോയി, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരൂല, അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ പലിശ തിന്നുപോയിട്ടുണ്ട്, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരൂല, അങ്ങനെ വിചാരിക്കണ്ട. അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞ് ഭഗ്നാശരായി നിങ്ങൾ മാറരുതേ. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ, ഈ ഭൂമി നിറയെ ദോഷമുണ്ടെങ്കിലും ആകാശം നിറയെ മഗ്ഫിറത്ത് തരുന്നവനാണ് കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ, സകലമാന ദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു കൂടുതൽ കൂടുതൽ പൊറുക്കുന്നവനും കൂടുതൽ കൂടുതൽ കരുണ ചൊരിയുന്നവനുമാണ്. അല്ലാഹ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വിശുദ്ധിയുടെ മാസമായ പുണ്യ റമദാനിലേക്ക് കാലെടുത്തു വെക്കേണ്ടത് മഗ്ഫിറത്തിന്റെ മനസ്സോടെയാണ്. പുണ്യ റമദാനിലേക്ക് കാലെടുത്തു വെക്കേണ്ടത് തൗബയുടെ മനസ്സോടെയാണ്. പുണ്യ റമദാനിലേക്ക് കാലെടുത്തു വെക്കേണ്ടത് വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സോടെയാണ്. ആരോടും വെറുപ്പില്ലാതെ റമദാനിനെ വരവേൽക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ മജ്ലിസ് അതിന് കാരണമാക്കി തരട്ടെ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.